പാർട്ടി എടുക്കുന്ന തീരുമാനത്തിൽ തെല്ലൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കാത്ത രീതിയും സ്വഭാവവുമാണ് ഇടതുപക്ഷത്തിന് എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്. ആര് മത്സരിക്കണം എന്നുള്ളത് നേതൃത്വം തീരുമാനിക്കുന്ന അന്തിമ തീരുമാനം തന്നെയാണ്. അവിടെ പിന്നീടൊരു ചർച്ചയ്ക്ക് ഇടമില്ല. അത്തരത്തിൽ ശക്തമായ കേന്ദ്ര സംവിധാനത്തിലൂടെ മുമ്പോട്ട് പോയിരുന്ന ഇടതുപക്ഷത്തിൽ ഇപ്പോൾ ചില കല്ലുകടികൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ വിഷയങ്ങൾ പല ജില്ലകളിലും നടക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ നിലവിൽ BJPക്ക് ശക്തമായ ഒരു അടിത്തറയുള്ള ജില്ലയാണ്. അവിടെ കോൺഗ്രസും ഒട്ടും പിന്നിലല്ല. അവിടെ CPMനെയും CPIയെയും സംബന്ധിച്ച ഇപ്പോൾ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉടലെടുത്തിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം CPIയിലെ ഭിന്നതയാണ്. നാട്ടികയിൽ CPI ഭിന്നത മറനീക്കി പുറത്തു വന്നതിന് പിന്നാലെ നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കളമൊരുങ്ങി. പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന നിലവിലെ MLA CC മുകുന്ദൻ പരസ്യമായി രംഗത്തെത്തിയതിന് പിന്നാലെ നിലവിൽ അദ്ദേഹവുമായി വിവിധ മുന്നണികൾ ചർച്ച നടത്തിയെന്നാണ് വിവരം. ആദ്യ ടൈമിൽ മികച്ച വിജയം നേടിയ CC മുകുന്ദനെ മാറ്റി നിർത്താനായിരുന്നു പാർട്ടിയുടെ തീരുമാനം. ഇത് അദ്ദേഹത്തിൽ നിന്ന് കടുത്ത എതിർപ്പിന് ഇടയാക്കിയിരുന്നു. നേരത്തെ 2 തവണ ഇതേ മണ്ഡലത്തിൽ മത്സരിച്ചു ജയിച്ച ഗീതാ ഗോപിക്കാണ് ഇത്തവണ മണ്ഡലം നൽകുക എന്നറിഞ്ഞതോടെയാണ് മുകുന്ദൻ വിമതസ്വരവുമായി രംഗത്ത് വന്നത്. CPIയിൽ ശക്തമായ വിഭാഗീയതയുടെയും ചേരിപ്പോരിന്റെയും ഫലമായിട്ടാണ് ഇതെല്ലാം എന്നാണ് വിലയിരുത്തൽ. ഒരു തവണ ജയിച്ചവർക്ക് 2ാം ഊഴം നൽകുമെന്ന CPIയുടെ മാനദണ്ഡം പരിഗണിക്കാതെയാണ് മുകുന്ദനെ അവഗണിച്ചത്. ഇതോടെയാണ് അദ്ദേഹം നേതൃത്വവുമായി അകന്നതും ഗീതാ ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തെ രൂക്ഷമായി വിമർശിച്ചതും. നിലവിൽ പാർട്ടി വിട്ട് സ്വതന്ത്രനായി മത്സരിക്കുവാനുള്ള തീരുമാനത്തിലാണ് മുകുന്ദൻ എന്നാണ് വിവരം. ഇക്കാര്യത്തിൽ ഇതുവരെയും അന്തിമ തീരുമാനം ആയിട്ടില്ല. എന്നാൽ CC മുകുന്ദന്റെ പ്രതിഷേധവും മണ്ഡലത്തിലെ ജയസാധ്യതയും കണക്കിലെടുത്ത കോൺഗ്രസ് നേതൃത്വവും അദ്ദേഹത്തെ സമീപിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കൂടാതെ BJP ഉൾപ്പെടെയുള്ള കക്ഷികളും അദ്ദേഹത്തിനായി വലവിരിച്ചിട്ടുണ്ടെന്നുള്ള സൂചനയും പുറത്തു വരുന്നു. മുകുന്ദനെ കൈവിടാതിരിക്കുവാനുള്ള ശ്രമം CPI സംസ്ഥാന നേതൃത്വവും ശക്തമാക്കിയിട്ടുണ്ട്. CPIക്കൊപ്പം നിർത്താൻ നേതാക്കൾ ചർച്ച നടത്താനൊരുങ്ങുകയാണ്. മുകുന്ദനുമായുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കി അനുനയ സാധ്യത തേടാനാണ് സംസ്ഥാന നേതൃത്വം ശ്രമിക്കുന്നത്. ഗീതാ ഗോപിക്ക് പണം പിരിച്ചു നൽകാൻ കഴിവുണ്ടെന്നും മോശം പ്രകടനം നടത്തി അവരെ സ്ഥാനാർത്ഥിയാക്കുന്നത് ശരിയല്ലെന്നും CC മുകുന്ദൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആരോപിച്ചു. പാർട്ടിക്ക് പണം പിരിച്ചു നൽകാൻ തനിക്കാവില്ല. ഗീതാ ഗോപിക്ക് സീറ്റ് നൽകുന്നത് സാമ്പത്തിക സ്വാധീനം മൂലമാണ്. പാർട്ടി സീറ്റ് തന്നില്ലെങ്കിലും മത്സരിക്കും. പാർട്ടിയിൽ വിഭാഗീയതയുണ്ട്. വിഭാഗീയത കാരണം താൻ ഒഴിവാക്കപ്പെടുകയാണ് എന്നും അദ്ദേഹം പറയുന്നു. ചേർപ്പ് മണ്ഡലം കമ്മിറ്റി തന്റെ പേര് നിർദ്ദേശിക്കാത്തതിന് പിന്നിൽ വിഭാഗീയതയാണ്. തന്നെ ഒഴിവാക്കുന്നതിനെ കുറിച്ച് പാർട്ടി ഒന്നും പറഞ്ഞിട്ടില്ല എന്നായിരുന്നു മുകുന്ദൻ പറഞ്ഞത്. എന്നാൽ ഇതെല്ലാം തള്ളിക്കൊണ്ടാണ് ഗീതാ ഗോപി രംഗത്ത് വന്നത്. പാർട്ടി ഏൽപ്പിച്ച ചുമതല നിർവഹിക്കലാണ് ഇപ്പോൾ ലക്ഷ്യമെന്നും മറ്റൊന്നും തനിക്കറിയില്ല എന്നുമായിരുന്നു ഗീതാ ഗോപിയുടെ വാക്കുകൾ. ആരോപണങ്ങളെക്കുറിച്ച് പാർട്ടി മറുപടി പറയുമെന്നും 2 തവണ നെഞ്ചേറ്റിയ നാട്ടികയിലെ ജനങ്ങൾ ഇത്തവണയും തന്നെ സ്വീകരിക്കുമെന്ന് അവർ പറയുമ്പോൾ നേതൃത്വത്തിന്റെ പിന്തുണ ഉറപ്പാണെന്ന് വാക്കുകളിൽ വ്യക്തമാണ്. ഇനി എന്താകും CPIക്കുള്ളിലെ രാഷ്ട്രീയ പോര് എന്നറിയാൻ കാത്തിരിക്കേണ്ടതുണ്ട്. മുകുന്ദൻ കൂറുമാറുമോ? മുകുന്ദനെ BJPയോ കോൺഗ്രസോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കുമോ എന്നറിയാൻ ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടതുണ്ട്.